100 കുട്ടിയെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു കുട്ടി ഫ്രീ ആയിട്ട് ഒരു കർഷകർക്ക് കൊടുക്കും. അത് ഞെരക്കടിയിലുള്ളൂ. ഇതെല്ലാം ഹരിയാനയിൽ നിന്ന് വരുന്ന പോത്തുകളാണ്, മുറ കുട്ടികളാണ് വരുന്നത്. ആ മുറയാണ്. ഇതിപ്പോൾ നമുക്ക് മെനഞ്ഞാന്ന് വന്നല്ലോ ഇവിടെ. മക്കളെ അല്ല, ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ് വിറ്റപ്പോഴും നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്. എന്താണെന്നറിയാം, നമ്മൾ ഇതിൻ്റെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഹരിയാന, UP, MP, പഞ്ചാബ് ഈ ഭാഗത്തെല്ലാം ഇൻസമിനേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് മുറയാണ്. പക്ഷേ നമ്മളെ സാധാരണ ഫാമിൽ എങ്ങനെ പശുക്കളുള്ളത്? ജേഴ്സി കാണും, HF കാണും, സിന്ധി കാണും. ഇതിനെല്ലാം കൊണ്ടുവന്ന് കുത്തുന്നത് ചിലപ്പം HF അല്ലയോ, മിക്കവാറും HF ആയിരിക്കും കുത്തുന്നത്. എന്നതുപോലെ അവിടെ ഇൻസമിനേഷൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും മുറ തന്നെ ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ പേരൻസ് ഒന്ന് ഈ ഫീമെയിൽ വരുമ്പോൾ നമ്മൾ കാണുന്നില്ല. സെമൻ മുറയുടെയാണ്. ഫീമെയിൽ വന്നിട്ട് ചിലപ്പം വലിയ സൈസ് കാണും, ഷോർട്ട് കാണും, കൊമ്പ് നീണ്ടത് കാണും, ചുരുണ്ടത് കാണും. അങ്ങനെയാണ് ഇതെല്ലാം ഒരേ രീതിയിൽ ഇരിക്കാത്തത്. ചിലതിൻ്റെ കൊമ്പ്, ഇപ്പം ഇവൻ്റെ തന്നെ കൊമ്പ് ഇച്ചിരി നീണ്ടായിരിക്കും വളയുന്നത്, ചിലതിൻ്റെ കൊച്ചിലെ ബെൻഡായിരിക്കും. മനസ്സിലായി? യഥാർത്ഥത്തിൽ ഇച്ചിരി നീണ്ട് വളയുന്നതായിരിക്കും നല്ലത്. എന്താണെന്നറിയാമോ? ഇത് ചുരുണ്ട് കയറത്തില്ല. ചുരുണ്ട് റിട്ടേൺ ഇത് തിരിച്ച് കുത്തും. ഇങ്ങനെ കുത്തുമ്പോൾ പിന്നെ നമ്മളത് കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ ഡിഫക്റ്റായിട്ട് വരും. ആണ് മോനെ, വളരുന്ന പോത്തിനെ നമുക്ക് നോക്കണ്ടേ. അവരെ യഥാർത്ഥത്തിൽ മിക്കവാറും ഉള്ള കർഷകർക്കൊക്കെ അറിയാം കേട്ടോ. ഈ വെർത്ത് നോക്കണം. ഇതവൻ്റെ ബോൺ സൈസ്, ഈ ഭാഗത്തെ ആ ഒരു വീതി, മനസ്സിലായില്ലേ? പിന്നെ ഇതുണ്ടല്ലേ, സ്കിന്ന് വളരെ ലൂസായിരിക്കും ചിലതിൻ്റെ, ലൂസായി. പിന്നെ അതിൻ്റെ കാല് പൊക്കം, ഇടനീട്ടം, ഇതൊക്കെ ഈ നമ്മളെക്കാളും അറിയാവുന്ന മാസ്റ്റർമാരുണ്ട് ഈ പോത്തിനെ വളർത്തിയത്. നമ്മളതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഇഷ്ടമുള്ളതിനെ നോക്കി എടുത്തോളി. അറിഞ്ഞുകൂടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളതിനെ പിടിച്ചു കൊടുക്കും. പോത്ത് വളർത്തലിലോട്ട് വരുന്നവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ അതിയെപ്പറ്റ് ബൂസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവർക്ക് നോർമലി ഒരു വളർച്ചയുണ്ട്, മനസ്സിലായി? അത് മനുഷ്യരായാലും മൃഗമായാലും നോർമലി ഒരു വളർച്ചയുണ്ട്. നമ്മൾ ഓവർ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചിലവ് കൂടുക, അതിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടാനില്ല. നമ്മളിതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് നിസ്സാരമായിട്ട് കിട്ടത്തക്ക ചിലവ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളുണ്ട്. ചിലവർ ചപ്പാത്തി, ഉദാഹരണത്തിന് പറയാം, ചിലർ ചപ്പാത്തി വേസ്റ്റ്, ചപ്പാത്തി അടിക്കുന്നിടത്ത് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ചിലവർ പച്ചക്കറി വേസ്റ്റ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചില സാധനങ്ങളാണ്. ചിലവ് കുറഞ്ഞിരിക്കും. പിന്നെ ഏറ്റവും ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും നമ്മളെ കരപ്പുരയിടത്തിൽ വയലിൽ ഞാൻ പറയത്തില്ല, വയലിൽ വൈറ്റമിൻ കണ്ടൻറ്റ് കുറവാണ്. വയലിലെ ഈ വഞ്ചിൽ കഴിച്ചാൽ അതിനകത്ത് ഇപ്പോൾ ചുമ്മാ വെള്ളത്തിൽ കിടന്ന് ഉരുളാന്നുള്ളതേ ഉള്ളൂ. കരപ്പുല്ല് എന്തുമാത്രം നമുക്ക് കിട്ടും, അതിനകത്തെല്ലാം ഔഷധ സസ്യങ്ങളാണ് ഉള്ളത്. അത് കൊടുത്ത് വളർത്തുകയെന്നുണ്ടെങ്കിൽ